ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ ടാഗ് കൊടുക്കുന്നതിന് മുന്നേ ഒരു അലോ എംബഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ ടിക്കറ്റ് പോയിട്ടുണ്ടാവും, ചിലർ ടിക്കറ്റ് ഉണ്ടാവും. പക്ഷെ അതെന്താണ് സംഭവം എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ടിക്കറ്റ് കൊടുക്കുമ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴും അതെന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അലോ എംബഡിങ് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അലോ എംബഡിങ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാൻ പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യണമെന്നൊക്കെ നമ്മൾ വീഡിയോയുടെ അവസാനത്തിൽ പറയും. അപ്പോൾ അത് ഷെയർ ചെയ്യും. ഇപ്പം മിക്കവാറും ഇപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് വാട്സപ്പിലൂടെയാണ്. അപ്പോൾ വാട്സപ്പിലൂടെ നമ്മളിത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ആ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലത് നമുക്കറിയാം, ഇപ്പോൾ വാട്സപ്പിൽ അതിൻ്റെ ഒരു പോപ്പപ്പ് ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് വീഡിയോ കാണാം. ചിലതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പിൽ കാണാൻ പറ്റില്ല, അത് ഡയറക്റ്റ് യൂട്യൂബിലേക്ക് പോകും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില ലിങ്ക് വരുമ്പോൾ ഡയറക്റ്റ് യൂട്യൂബിലേക്ക് പോകും, ചിലത് നമുക്ക് വാട്സപ്പിൽ തന്നെ കാണാം. അപ്പോൾ ഇതെങ്ങനെ കാണാൻ സംഭവിക്കുന്നു? അവിടെയാണ് നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുന്ന അലോ എംബഡിങ് എന്നുള്ള ഓപ്ഷൻ്റെ ഒരു ഗുണം. അതായത് നമ്മൾ അലോ എംബഡിങ് ഓഫാക്കി കൊടുത്താൽ, ടിക്ക് ഒഴിവാക്കി കൊടുത്താൽ അവർക്ക് വാട്സപ്പിൽ അത് കാണാൻ പറ്റില്ല. അലോ എംബഡിങ് എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ നമുക്കത് യൂട്യൂബിൽ കയറാതെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാനിപ്പോൾ എൻ്റെ ഒരു ഡെമോ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷം അല്ലെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നമ്മളത് യൂട്യൂബിൽ കാണുന്നതാണ് ഒരു യൂട്യൂബർ എന്ന നിലയിൽ നമുക്കത് ഉപകാരം. കാരണം ആഡ്സ് വരാനും സജസ്റ്റഡ് വീഡിയോയിൽ കയറാനും നമ്മളെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ധാരാളം നമ്മളെ ചാനലിലേക്ക് കയറി കിട്ടിയാലല്ലേ നമുക്കതൊക്കെ നടക്കുകയുള്ളൂ. പക്ഷേ ഈ ആൾ വാട്സപ്പിൽ അത് പോപ്പപ്പ് വീഡിയോ ആയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുമ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ് വരുന്നത്. എന്നാൽ നമ്മൾ നല്ല ഹിറ്റായ വീഡിയോ ആയിരിക്കും ആളുകളത് ഷെയർ ചെയ്യുന്നത്. ഇഷ്ടമായാലോ ഷെയർ ചെയ്യുക, പക്ഷേ അതുകൊണ്ടുള്ള യാതൊരു ഗുണം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിന് നമ്മളെന്ത് വേണം? ഈ അലോ എംബഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ ടിക്ക് ഒഴിവാക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ വീഡിയോയിൽ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായി ആദ്യം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് മുകളിൽ കാണുന്ന അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ അലോ എംബഡിങ് എന്ന് കാണാം. ഇവിടെ അത് ആക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ആക്റ്റീവായ സമയത്ത് ഷെയർ ചെയ്താൽ വാട്സപ്പിൽ എങ്ങനെ കാണുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി മുകളിൽ കാണുന്ന ഷെയർ ബട്ടൺ അമർത്തി നമ്മൾ വാട്സപ്പിൽ അതാർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ മറ്റൊരു വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലിങ്ക് ഷെയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, യൂട്യൂബിലേക്ക് പോകുന്നുണ്ടോ അതോ അതിൻ്റെ മുകളിൽ ഒരു പോപ്പപ്പ് വീഡിയോ ആയിട്ട് പ്ലേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, ആ വീഡിയോ ഇപ്പോൾ മുകളിൽ ഒരു പോപ്പപ്പ് വീഡിയോ ആയിട്ട് പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ അത് യൂട്യൂബിലേക്ക് കയറാതെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള ആഡ്സുകളും മറ്റ് യാതൊരു ഫെസിലിറ്റീസും ഇതിൽ ലഭിക്കുന്നില്ല. ഇനി നമുക്ക് അലോ എംബഡിങ് എന്നുള്ള ഓപ്ഷൻ ഓഫാക്കി വെച്ചാൽ വീഡിയോ എങ്ങനെ പ്ലേ ആവുമെന്ന് നോക്കാം. അപ്പോൾ വീണ്ടും ഞാൻ അതേ വീഡിയോ എടുത്തു, അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ താഴെ വന്ന് അലോ എംബഡിങ് എന്നുള്ളത് ഓഫാക്കി വെച്ചു, സേവ് ചെയ്തു. ശേഷം ഒന്ന് റീഫ്രഷ് ചെയ്തു. ശേഷം ഇത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, നേരത്തെ നമ്മൾ ഷെയർ ചെയ്ത ലിങ്ക് അവിടെ ഉണ്ട്. അപ്പോൾ വീണ്ടും അവിടെ വന്നു, ജസ്റ്റ് അതിലൊന്ന് ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പം നമുക്ക് കാണാം ഡയറക്റ്റ് അത് യൂട്യൂബിലേക്കാണ് പോകുന്നത്. യെസ്, യൂട്യൂബിൽ പ്ലേ ആവുന്നുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, അലോ എംബഡിങ് എന്നുള്ളത് ഓഫാക്കി കൊടുത്തപ്പോൾ യൂട്യൂബിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, അലോ എംബഡിങ് എന്നത് ഓഫാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ വാട്സപ്പിലൂടെ പോപ്പപ്പ് വീഡിയോ ആയി കാണാൻ കഴിയില്ല. കണ്ടല്ലോ, ഇങ്ങനെയാണ് അലോ എംബഡിങ് ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത്. എനിക്കുള്ളൊരു പേഴ്സണൽ സജഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് ടിക്ക് ഒഴിവാക്കി കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം നമ്മൾ ആ ഒരു ഇതുകൊണ്ട് നമ്മളെ ചാനലിലേക്ക് കയറി വരാനുള്ളൊരു ടെൻഡൻസി അവിടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ കുറയുകയാണ്. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ചാനലിന് വേണ്ടി സെറ്റ് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്ക് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.